മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വർഷം 2023 ഡിസംബർ 25 മുതൽ 31 വരെയുള്ള എല്ലാ രാശിക്കാരുടെയും പൊതു വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. വ്യാഴം മേടം രാശിയിലും കേതു കന്നി രാശിയിലും ശുക്രൻ തുലാം രാശിയിലും ചൊവ്വ വൃശ്ചികം രാശിയിലും സൂര്യനും ബുധനും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. 25 ശുക്രൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്കും ചൊവ്വ 28 വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും. ഇപ്പോൾ ധനുരാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ വക്രഗതിയിലായി ഡിസംബർ 28 തിരിച്ച് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മേടം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം 31 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലപ്പോൾ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി ഭരണി കാർത്തിക 1 പാദം അടങ്ങുന്ന മേടക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. സാമ്പത്തികപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നതല്ല. ജോലിസ്ഥലത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്കും ഈ കാര്യങ്ങളിൽ കൂടുതൽ വർധനവുണ്ടാകുന്നതുമായിരിക്കും. ഇളയ സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കുന്നതാണ്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ജാഗ്രത പുലർത്തണം. ഡീൽ ചെയ്യുന്നതിന് മുൻപ് ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി സ്റ്റഡി ചെയ്യണം. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. പച്ചക്കറി, സ്റ്റേഷനറി, ബേക്കറി, ക്ഷീരവ്യാപാരം മാതിരി ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡ് കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. അടുത്തതായി കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. വീട്ടിലും ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് മേലധികാരികളുടെയും മറ്റും സഹകരണം ലഭിക്കുന്നതും ഇത് എല്ലാ കാര്യങ്ങളും സമയത്ത് പൂർണ്ണമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നല്ല വർധനവുണ്ടാകുന്നതും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതുമായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതായിരിക്കും. വിവാഹമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് ക്ഷണനം ലഭിക്കുന്നതായിരിക്കും. കാര്യങ്ങൾ വിഘ്നങ്ങളൊന്നുമില്ലാതെ നടന്നു കിട്ടുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. അത് കാരണം ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ വരവനുസരിച്ച് ചിലവുകൾ ചെയ്യണം. അനാവശ്യ ചിലവുകളെല്ലാം തന്നെ ഒഴിവാക്കുകയും വേണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 1 ആയിരിക്കും. മകയിരം 3, 4 പാദങ്ങൾ തിരുവാതിര പുണർദം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന
മിഥുനക്കൂറുകാരാണ് അടുത്തത്. ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. ഇത് ചിലപ്പോൾ വലിയ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെടുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് കുടുംബാംഗങ്ങളുടെ സഹകരണം എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. നല്ല പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് നേരത്തെ മുതൽ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം, പൂയം, ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മിക്കവാറും ഇത് ശുഭകാര്യങ്ങളുമായിരിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് കാരണം നിങ്ങളുടെ ഇമേജിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ സർക്കിളും വലുതാകുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം. ഈ സമയത്ത് വരുമാനത്തിലും വർധനവുണ്ടാകുന്നതായിരിക്കും. കുടുംബത്തെ മുതിർന്നവരുടെ ഗൈഡൻസ് എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബസമേതം ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. മകം, പൂരം, ഉത്രം 1-ാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് അടുത്തത്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതായിരിക്കും. ബിസിനസ് നല്ലതായിരിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകും. സാമ്പത്തിക സ്ഥിതികളും നല്ലതാകും. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതുമല്ലായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകും. അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകും. ഷെയർ മാർക്കറ്റിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ മനോധൈര്യത്തിൽ വൃദ്ധി ഉണ്ടാകുന്നതുമായിരിക്കും. പക്ഷേ ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ ചെയ്യാൻ പാടില്ല. ഈ കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതാണ്. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഇത് ഉചിത സമയമായിരിക്കും. ഗവൺമെൻറ് ലോണും മറ്റും ലഭിക്കുന്നതുമായിരിക്കും. ധാർമ്മിക യാത്രകളും ചെയ്യുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിലും വിശ്വാസം അർപ്പിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. എത്രയും കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ച് ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നന്നായി സ്റ്റഡി ചെയ്ത് ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട്. ഇതിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതിയും വരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. അടുത്തതായി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാം രാശിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ ചെയ്യുന്നതായിരിക്കും. യാത്രയിൽ നല്ല ജാഗ്രത പുലർത്തുകയും വേണം. നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റുകൾ എല്ലാം തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് വേണം സൂക്ഷിക്കുവാൻ. അല്ലാത്ത പക്ഷം ആരെങ്കിലും അത് മിസ്യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്കും സമയം നല്ലതാകാൻ തുടങ്ങുന്നതായിരിക്കും. ഈ സമയത്ത് ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം മാറി അതെല്ലാം തന്നെ പുനരാരംഭിക്കുന്നതുമായിരിക്കും.
സുഹൃത്തുക്കളുടെയും മറ്റും സഹകരണം ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് അടുത്തത്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതാണ്. പൊതുവെ സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ചും വിവേകപൂർവവും സാവകാശവും വേണം ചെയ്യുവാൻ. അങ്ങനെ ചെയ്താൽ അതിൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ. ആഴ്ചയുടെ അവസാന സമയത്ത് വരും സമയത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം അടങ്ങുന്ന ധനുക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ കടം കൊടുത്ത പൈസയും മറ്റും തിരിച്ചു കിട്ടുന്നതായിരിക്കും. വിരോധികൾ നിഷ്ക്രിയരായിരിക്കും. ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും കരിയറിലും ബിസിനസ്സിലും എല്ലാം തന്നെ പുരോഗതികൾ ഉണ്ടാകുന്നതുമായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതി നല്ലതാകുന്നതുമായിരിക്കും. വീക്കെൻഡിൽ ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഈ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരാണ് അടുത്തത്. ആഴ്ചയുടെ ആരംഭം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ കൊടുത്തിട്ടുള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ആരോഗ്യസ്ഥിതികളിൽ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് കൂടുതൽ പബ്ലിസിറ്റി ഇല്ലാതെ വേണം ചെയ്യുവാൻ. വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടിയും ഉണ്ടായിരിക്കണം. ജീവിത പങ്കാളിയുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ യാത്രകൾ ചെയ്യുമ്പോൾ മൊബൈൽ, ബാഗ്, പൈസ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കില്ല. പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാനോ ആരോടെങ്കിലും പൈസ കടം എടുക്കുവാനോ പാടില്ല. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഉറക്കക്കുറവും ധനനഷ്ടവും ഉണ്ടാകാനും യോഗം കാണുന്നുണ്ട്. ആഴ്ചയുടെ മധ്യസമയത്ത് സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. വീക്കെൻഡ് നല്ലതായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ധനലാഭമുണ്ടാകും. ആരോഗ്യസ്ഥിതി നല്ലതായിരിക്കും. ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതായിരിക്കും. അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടുകൂടി വേണം ചെയ്യുവാൻ. ആഴ്ചയുടെ മധ്യസമയത്ത് സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കും. മാതാവിൻ്റെ എല്ലാ സഹകരണവും ഉണ്ടാകും. അലസതയോടെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അത് നഷ്ടങ്ങൾ മാത്രമേ വരാൻ ഇടയാക്കുകയുള്ളൂ. അതിനാൽ
എല്ലാ കാര്യവും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ. വിദ്യാർത്ഥികൾ നല്ല കോൺസെൻട്രേഷനോടുകൂടി പഠനം ചെയ്താൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡ് കുടുംബാംഗങ്ങളുമൊത്ത് ചിലവഴിക്കുന്നതായിരിക്കും ഉത്തമം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇതാണ് ഡിസംബർ 25 തീയതി മുതൽ 31 തീയതി വരെയുള്ള എല്ലാ 12 രാശിക്കാരുടെയും വാരഫലങ്ങൾ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. 2024 എല്ലാവർക്കും സുഖവും സമൃദ്ധിയും സമ്പത്തും ആയുരാരോഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.